പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര പര്യടനങ്ങൾ ആഗോള ദക്ഷിണേന്ത്യയിലെ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജൂലൈ 6 മുതൽ 7 വരെ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബ്രസീലിലേക്കുള്ള യാത്രാമധ്യേ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി സന്ദർശനങ്ങൾ നടത്തി. ഫാർമസ്യൂട്ടിക്കൽസ്, വാക്സിനുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ ചില പൊതുവിഷയങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഓരോ യാത്രയും. ഇന്ത്യ ഘാന ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കി. ഘാനയെ പശ്ചിമാഫ്രിക്കയുടെ വാക്സിൻ ഹബ്ബാക്കാൻ സഹായിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. പോർട്ട് ഓഫ് സ്പെയിൻ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ ജനറിക് മരുന്നുകൾ നൽകാനാവുന്ന ഇന്ത്യൻ ഫാർമക്കോപ്പിയെക്കുറിച്ച് ഒരു പ്രധാന ധാരണാപത്രമുണ്ടായിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ നിർണായക ധാതുക്കളിലും അർജന്റീനയുടെ ഷെയിൽ ഗ്യാസ്, എണ്ണ എന്നിവയുടെ വിശാലമായ കരുതൽ ശേഖരത്തിലും സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് ജാവിയർ മിലേ സമ്മതിച്ചു. തുടർന്ന് ബ്രസീലിലേക്കുള്ള യാത്ര. ആഗോള വെല്ലുവിളികൾക്കുള്ള കുറഞ്ഞ ചെലവിലുള്ള പരിഹാരങ്ങൾക്കായുള്ള ഇന്ത്യയുടെ സഹകരണ വാഗ്ദാനത്തിൽ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ നയിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളായ കോയലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർ സഹകരണവും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം നടത്തിയത്. പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ കാർല കങ്കുലുവിന്റെയും പ്രധാനമന്ത്രി കമല പെർസാദ് ബിസിസറിന്റെയും ഇന്ത്യൻ വംശപരമ്പരയെ പരാമർശിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള 35 ദശലക്ഷം ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയും ഈ 5 രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ തന്ത്രപരമാണ്. ഓരോ രാജ്യവും ഓരോ തരത്തിൽ ബന്ധം പങ്കിടുന്നു. ബ്രിട്ടീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, ജർമ്മൻ സേനകളുടെ കീഴിലുണ്ടായിരുന്ന കോളനികൾ, അവയിൽ ചിലത് ചേരിചേരാ പ്രസ്ഥാനത്തിൽ ചേർന്നതിന്റെ കാരണവും അവരെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ദക്ഷിണ സഹകരണം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ബ്രിക്സ് സംവിധാനം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യക്കും ബ്രസീലിനും പങ്കുണ്ട്. നമസ്കാർ. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. राष्ट्रपति क्रिस्टिन कंगालू जी, प्रधानमंत्री कमला प्रसाद बिसेसर जी, विशिष्ट अतिथिगण, सर्वोच्च राष्ट्रीय सम्मान द ऑर्डर ऑफ द रिपब्लिक ऑफ ट्रिनिडाड एंड टोबैगो से सम्मानित किए जाने पर मैं आपका, आपकी सरकार का और आपके लोगों का हृदय से बहुत बहुत आभार व्यक्त करता हूं. ये सम्मान हमारे दोनों देशों की शाश्वत और गहन मित्रता का प्रतीक है. मैं इस सम्मान को 140 करोड़ भारतवासियों की ओर से एक साझा गौरव के रूप में स्वीकार करता हूं. फ्रेंड्स, പര്യടനത്തിലെ ഒരു രാജ്യത്തെയും പടിഞ്ഞാറൻ വിരുദ്ധർ എന്ന് വിളിക്കാൻ കഴിയില്ല. കൂടാതെ ഉക്രൈൻ, ഗാസ സംഘർഷങ്ങളുടെ കാര്യത്തിൽ ന്യൂഡൽഹിക്ക് അവരുമായി ചില വ്യത്യാസങ്ങളുണ്ട് താനും. എന്നിരുന്നാലും ബന്ധങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയും തൽഫലമായി മോദിയുടെ 9 ദിവസത്തെ പരിപാടിയും നിലവിലെ ആഗോളക്രമത്തിനുമപ്പുറം വികസിത രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ തുല്യത പ്രതിനിധാനം ചെയ്യുന്നതും സംവേദനക്ഷമതയുമുള്ളതായ ഒന്നിലേക്കുള്ള പ്രയാണമായി നോക്കിക്കാണാം. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.